സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന അതീവ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. ലോകത്തിലെ പല വികസിത രാജ്യങ്ങളും ഇന്ന് ഒരു വലിയ വെല്ലുവിളിയെ നേരിടുകയാണ്. അവരുടെ ജനസംഖ്യ പ്രായമാവുകയാണ്. തൊഴിൽ ചെയ്യാൻ കഴിയുന്ന യുവജനങ്ങളുടെ എണ്ണം കുറയുകയാണ്. എന്നാൽ ഇന്ത്യയുടെ സ്ഥിതി അതിൽ നിന്നും വ്യത്യസ്തമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ശരാശരി പ്രായം ഏകദേശം 28 വയസ്സാണ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് യുവാക്കൾ തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ യുവജന ശക്തികളിലൊന്ന് ഇന്ന് ഇന്ത്യക്കുണ്ട്. സാമ്പത്തിക വിദഗ്ധർ ഇതിനെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് അഥവാ ജനസംഖ്യാ നേട്ടം എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു വലിയ ചോദ്യം ഉയരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ യുവജന ശക്തികളിലൊന്ന് ഇന്ത്യക്കുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോഴും സാങ്കേതിക വിദ്യയിലും ഗവേഷണത്തിലും വ്യവസായവൽക്കരണത്തിലും ആഗോള നേതൃത്വത്തിലേക്ക് ഉയരാൻ കഴിയാതെ നിൽക്കുന്നത് എന്തുകൊണ്ട്? ഇന്ത്യയിൽ ഇന്ന് 1100-ലധികം സർവകലാശാലകളും 43,000-ലധികം കോളേജുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ വർഷവും ഏകദേശം 15 ലക്ഷം എഞ്ചിനീയർമാർ പഠനം പൂർത്തിയാക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ഇന്ത്യ ഒരു വിജ്ഞാന ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നാം. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? പഠനം കഴിഞ്ഞിറങ്ങുന്ന അനേകം യുവാക്കൾക്ക് അവരുടെ യോഗ്യതയ്ക്ക് യോജിച്ച ജോലികൾ ലഭിക്കുന്നില്ല. എഞ്ചിനീയറിംഗ് പഠിച്ചവർ ബാങ്ക് പരീക്ഷകൾ എഴുതുന്നു. ബിരുദധാരികൾ താൽക്കാലിക ജോലികൾക്ക് വേണ്ടി മത്സരിക്കുന്നു. പലരും വർഷങ്ങളോളം തൊഴിൽ തേടി അലഞ്ഞു നടക്കുന്നു. അപ്പോൾ പ്രശ്നം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കുറവല്ല, വിദ്യാഭ്യാസവും തൊഴിൽ വിപണിയും തമ്മിലുള്ള ബന്ധം ദുർബലമാണ് എന്നതാണ് യഥാർത്ഥ പ്രശ്നം. ഇന്ത്യക്ക് IT, ഫാർമസ്യൂട്ടിക്കൽസ്, ബഹിരാകാശ ഗവേഷണം, ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങളുണ്ട്. പക്ഷേ ഒരു പ്രധാന കാര്യം നാം മനസ്സിലാക്കണം. സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതും സാങ്കേതികവിദ്യ സൃഷ്ടിക്കുന്നതും രണ്ടാണ്. ഇന്ത്യ പുതിയ സാങ്കേതികവിദ്യകൾ സ്വീകരിക്കുന്നതിൽ മുന്നിലാണ്. പക്ഷേ ലോകത്തെ മാറ്റിമറിക്കുന്ന അടിസ്ഥാന സാങ്കേതികവിദ്യകൾ സൃഷ്ടിക്കുന്നതിൽ ഇപ്പോഴും പിന്നിലാണ്. അമേരിക്ക, ചൈന, ദക്ഷിണ കൊറിയ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾ ഗവേഷണത്തിനും പുതിയ കണ്ടുപിടുത്തങ്ങൾക്കുമായി വൻതോതിൽ നിക്ഷേപം നടത്തുന്നു. ഇന്ത്യയിൽ ഗവേഷണത്തിനും വികസനത്തിനുമായി ചെലവഴിക്കുന്നത് GDPയുടെ ഏകദേശം 0.7% മാത്രമാണ്. ചൈന 2.5%-ലധികം ചെലവഴിക്കുന്നു. ദക്ഷിണ കൊറിയയും ഇസ്രയേലും 5%-തോട് അടുത്ത തുകയാണ് ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിലും ആ സ്വപ്നങ്ങൾക്ക് താങ്ങാവുന്ന നിക്ഷേപം നടത്തുന്നില്ല. ഇന്ത്യയിൽ ലോകോത്തര പ്രതിഭകൾക്ക് കുറവില്ല. എന്നാൽ മികച്ച ഗവേഷണ സൗകര്യങ്ങൾ, ആധുനിക ലാബോറട്ടറികൾ, ആവശ്യമായ ധനസഹായം എന്നിവയുടെ അഭാവം കാരണം നിരവധി യുവ ഗവേഷകരും ശാസ്ത്രജ്ഞരും വിദേശത്തേക്ക് പോകുന്നു. ഇതിനെ നാം ബ്രെയിൻ ഡ്രെയിൻ എന്ന് വിളിക്കുന്നു. ഇന്ത്യ പ്രതിഭകളെ സൃഷ്ടിക്കുന്നു. പക്ഷേ ആ പ്രതിഭകളുടെ മുഴുവൻ കഴിവും ഇന്ത്യയുടെ വികസനത്തിനായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ലോകത്തിലെ ഒരു വലിയ സാമ്പത്തിക ശക്തിയും ശക്തമായ വ്യാവസായിക അടിത്തറയില്ലാതെ വളർന്നിട്ടില്ല. ചൈനയുടെ അതിവേഗ വളർച്ചയ്ക്ക് പിന്നിൽ അതിൻ്റെ വൻ നിർമ്മാണ മേഖലയാണ്. ഇന്ന് ചൈന ലോകത്തിൻ്റെ ഫാക്ടറിയായി മാറിക്കഴിഞ്ഞു. ഇന്ത്യയിൽ നിർമ്മാണ മേഖല GDPയുടെ ഏകദേശം 15 മുതൽ 17% വരെ മാത്രമാണ്. വർഷങ്ങളായി ഇത് വലിയ മാറ്റമില്ലാതെ തുടരുകയാണ്. അതിൻ്റെ ഫലം എന്താണ്? ഓരോ വർഷവും ലക്ഷക്കണക്കിന് യുവാക്കൾ തൊഴിൽ തേടുന്നു. പക്ഷേ ഉയർന്ന ഉൽപാദനക്ഷമതയുള്ള വ്യവസായ ജോലികൾ വേണ്ടത്ര സൃഷ്ടിക്കപ്പെടുന്നില്ല. അതിനാൽ പലരും അനൗപചാരിക മേഖലയിലോ കുറഞ്ഞ വരുമാനമുള്ള ജോലികളിലോ കുടുങ്ങിപ്പോകുന്നു. സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നു, പക്ഷേ തൊഴിൽ വളർച്ച ഉണ്ടാകുന്നില്ല. സാമ്പത്തിക വിദഗ്ധർ ഇതിനെ ജോബ്ലെസ് ഗ്രോത്ത് എന്ന് വിളിക്കുന്നു. ഇന്ത്യയുടെ പ്രശ്നം സാമ്പത്തികം മാത്രമല്ല, അത് സാമൂഹികവുമാണ്. ജാതി, സാമൂഹിക പദവി, രാഷ്ട്രീയ ബന്ധങ്ങൾ, കുടുംബ സ്വാധീനം എന്നിവ ഇപ്പോഴും നിരവധി സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നു. സിദ്ധാന്തത്തിൽ എല്ലാവർക്കും തുല്യാവകാശമുണ്ട്, പക്ഷേ യാഥാർത്ഥ്യത്തിൽ എല്ലാ അവസരങ്ങളും കഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ല ലഭിക്കുന്നത്. പലപ്പോഴും ബന്ധങ്ങളുടെയും അധികാരത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അവസരങ്ങൾ വിതരണം ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഫലമായി നിരവധി കഴിവുള്ള ആളുകൾ പിന്നിലാകുന്നു. രാജ്യത്തിൻ്റെ വിലപ്പെട്ട മനുഷ്യ വിഭവശേഷി പാഴാകുന്നു. നമ്മുടെ പല സ്ഥാപനങ്ങളിലും 4 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കാണാം. ഒന്നാമത്, ചോദ്യങ്ങൾ ചോദിക്കുന്നവരെക്കാൾ അനുസരിക്കുന്നവരെയാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. രണ്ടാമത്, കഴിവിനേക്കാൾ പദവിക്കും പ്രായത്തിനും പ്രാധാന്യം നൽകുന്നു. മൂന്നാമത്, യഥാർത്ഥ നേട്ടങ്ങളെക്കാൾ പ്രകടനങ്ങൾക്കാണ് കൂടുതൽ വില. നാലാമത്, പരാജയം കാരണം പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ ആളുകൾ മടിക്കുന്നു. ഇത്തരം അന്തരീക്ഷത്തിൽ നവീകരണവും സൃഷ്ടിപരതയും വളരുക പ്രയാസമാണ്. ഇന്ത്യയുടെ ഭാവി ഇപ്പോഴും പ്രതീക്ഷ നിറഞ്ഞാണ്. കാരണം ഇന്ത്യക്ക് യുവജന ശക്തിയുണ്ട്, സംരംഭകത്വമുണ്ട്, ശാസ്ത്രജ്ഞനുണ്ട്, ജനാധിപത്യ സംവിധാനമുണ്ട്. പക്ഷെ 3 കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്, ഗവേഷണത്തിനും വികസനത്തിനും വലിയ നിക്ഷേപം നടത്തണം. രണ്ടാമത്,
നിർമ്മാണ മേഖലയെ ദേശീയ വികസനത്തിൻ്റെ കേന്ദ്രമാക്കണം. മൂന്നാമത് സ്ഥാപനങ്ങളിൽ സുതാര്യതയും കഴിവിന് പ്രാധാന്യവും ഉത്തരവാദിത്വബോധവും ഉറപ്പാക്കണം. 21ാം നൂറ്റാണ്ടിൽ ഒരു രാജ്യത്തിൻ്റെ ശക്തി അതിൻ്റെ ജനസംഖ്യയുടെ വലിപ്പം കൊണ്ട് മാത്രം അളക്കാൻ കഴിയില്ല. ആ ജനങ്ങളെ എത്രത്തോളം വിദ്യാഭ്യാസം നൽകുന്നു, തൊഴിൽ നൽകുന്നു, ഗവേഷണത്തിലേക്ക് നയിക്കുന്നു, നവീകരണങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നു എന്നതാണ് നിർണായകം. ഇന്ത്യക്ക് ലോക നേതൃത്വത്തിലേക്ക് ഉയരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷേ ആ സാധ്യത യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളും ഭരണ സംവിധാനങ്ങളും സാമൂഹ്യ ഘടനകളും കൂടുതൽ കാര്യക്ഷമവും നീതിപൂർണവും നവീകരണ സൗഹൃദവും ആവണം. ഇന്ത്യയുടെ ഭാവി നമ്മുടെ ജനസംഖ്യയുടെ വലിപ്പത്തിലല്ല, ആ ജനങ്ങളുടെ കഴിവുകളെ വളർത്താനും പ്രയോജനപ്പെടുത്താനും കഴിയുന്ന സ്ഥാപനങ്ങളുടെ ഗുണനിലവാരത്തിലാണ്. യുവജനശക്തി മാത്രം മതിയാകില്ല. ആ ശക്തിയെ അവസരങ്ങളാക്കി മാറ്റുന്ന സ്ഥാപനങ്ങളാണ് ഒരു രാജ്യത്തിനെ മഹത്തരമാക്കുന്നത്.